പഴം വെച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടേസ്റ്റിൽ പുറംഭാഗം നല്ല മൊരിഞ്ഞിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെയാണ് ഇന്നത്തെ റെസിപ്പി. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. വെറൈറ്റി പലഹാരമാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴമാണ്. അപ്പോൾ കൂടുതൽ പഴുപ്പ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു പഴം നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം, കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. പിന്നെ കയ്യിൽ കടല അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ ഉണ്ടെങ്കിൽ അതൊന്ന് വറുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. ആ ഒരു കടലയും കൂടെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പഴം ഇതുപോലെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പഴം അത്യാവശ്യം നന്നായിട്ട് തന്നെ പഴുത്തിട്ടുള്ള പഴമാണ്. പിന്നെ പഴുപ്പ് കൂടി പോവാത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ നെയ്യിലിട്ട് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതുപോലെ തേങ്ങയും കുറച്ച് കടലൊക്കെ ഉണ്ടെങ്കിൽ കടലയും ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഉടച്ചെടുത്താലും മതിയാവും. ഇനി ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഇതുപോലെ വെന്ത് ഉടച്ചെടുക്കണം, ബോൾസാക്കി എടുക്കാനുള്ളതാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ പഴമൊക്കെ ഏകദേശം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കയ്യിലൊന്ന് എണ്ണ പുരട്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഉന്നക്കായുടെ ഷേപ്പിലോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതിലേക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ബാറ്റർ ലൂസാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാനൊരു 4 ബ്രെഡ് എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ മൈദ വെച്ചിട്ടുണ്ടാക്കിയ ബാറ്ററിന് പകരം ഒരു 2 മുട്ട എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതിയാവും. ഇനി സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഷേപ്പാക്കി എടുത്തിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ മൈദയുടെ ബാറ്ററിൽ ആദ്യം ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കോട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഭാഗവും കളറൊക്കെ മാറി പിന്നെ മൊരിഞ്ഞ് കിട്ടിയാൽ തിരിച്ചിട്ടിട്ട് ബാക്കിയുള്ള ഭാഗവും മൊരിച്ചെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മരത്തിൻ്റെ ചട്ടക്കൊക്കെ വെച്ചിട്ട് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തത് കാരണം നല്ല മൊരിഞ്ഞിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. കൂടുതൽ ഓയിൽ പിടിക്കുകയില്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതുപോലെ പഴം വാട്ടിയിട്ട് ചെയ്തെടുക്കണമെന്നില്ല, പുഴുങ്ങിയിട്ട് ചെയ്തെടുത്താലും മതിയാവും. രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ്.
പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരന്നിട്ടുള്ള പാൻ എടുക്കുകയാണ് ഒന്നും കൂടെ നല്ലത്. കുഴിയുള്ള പാനിനേക്കാളും ഇതുപോലെ പരന്നിട്ടുള്ള പാൻ ആകുമ്പോൾ ഒന്നും കൂടെ കറക്റ്റായിട്ട് ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാ ഭാഗവും കളറൊക്കെ മാറി മൊരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.